പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ വന്യമൃഗശല്യം രൂക്ഷം. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം കൃഷി നശിപ്പിച്ചതായി പരാതി. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം ലഭിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം. പിണ്ടിമന പഞ്ചായത്തിലെ വേട്ടാമ്പാറയിൽ കഴിഞ്ഞ രാത്രി കാട്ടാനിറങ്ങി വ്യാപകമായി കൃഷികൾ നശിപ്പിച്ചു. പടിപ്പാറ ഭാഗത്ത് ജനവാസ മേഖലയിൽ കറുകപ്പിള്ളിൽ ജോസ് എന്ന കർഷകന്റെ വീടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലത്ത് കൃഷി ചെയ്തിരുന്ന 300ഓളം വിളവെടുക്കാറായ കപ്പയാണ് നശിപ്പിച്ചത്. കപ്പ കൂടാതെ വാഴയും ഇഞ്ചിയും കയ്യാലയുമെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. രാത്രി ശബ്ദം കേട്ട് പുറത്തിറങ്ങിയ ജോസും കുടുംബവും കണ്ടത് തങ്ങളുടെ ഉപജീവനമാർഗം നശിപ്പിക്കുന്ന കാട്ടാനയാണ്. ടോർച്ചടിച്ചും ഒച്ചവെച്ചും ആനയെ ഓടിക്കാൻ ശ്രമിച്ചപ്പോൾ ആന തിരിച്ചോടിച്ചെന്നും തങ്ങൾ വീട്ടിൽ അഭയം തേടിയെന്നും ജോസ് പറയുന്നു. ഈ കൃഷിനാശത്തിന് ഉണ്ടായിരിക്കുന്ന ഏതാണ്ട് 20,000 രൂപയോളം നാശനഷ്ടം ഇന്ന് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇതിന് ഉചിതമായ നഷ്ടപരിഹാരം സർക്കാരിൽ നിന്നും ഡിപ്പാർട്ട്മെന്റിൽ നിന്നോ എനിക്ക് ലഭിച്ചില്ല എങ്കിൽ അതുപോലെ കയ്യാലകൾ നശിപ്പിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം ഉചിതമായ നഷ്ടപരിഹാരം ഉടനടി നൽകണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. തുടർന്ന് ഫോറസ്റ്റ് ഓഫീസിലേക്ക് വിവരം അറിയിച്ച ശേഷം നാട്ടുകാരെ വിളിച്ചുകൂട്ടിയാണ് ആനയെ തുരുത്തിയത്. അപ്പോഴേക്കും ആന കൃഷിയെല്ലാം നശിപ്പിച്ചിരുന്നു. അതേസമയം തന്നെ മറ്റ് ആനക്കൂട്ടങ്ങൾ വേട്ടാമ്പാറയിലെ പല പ്രദേശങ്ങളിലും ഇറങ്ങി കൃഷിനാശം വരുത്തിയതായും പ്രദേശവാസികൾ പറയുന്നു. മുണ്ടയ്ക്കൽ ജോസ് തോമസിന്റെയും മറിയേലി തങ്കപ്പന്റെയും ധാരാളം ഫലവൃക്ഷങ്ങളും കൃഷിയും ആന നശിപ്പിച്ചിട്ടുണ്ട്. ഏറെ നാളുകളായി ഈ പ്രദേശത്ത് വന്യമൃഗശല്യം രൂക്ഷമാണ്. ഇതുമൂലം കർഷകർക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണെന്നും ഇവർ പറയുന്നു. വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നും കൃഷിനാശത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് ജോസ് കറുകപ്പിള്ളി ആവശ്യപ്പെടുന്നത്. മനുഷ്യന്റെ ജീവിക്കാനുള്ള അവകാശം വന്യമൃഗശല്യം മൂലം നിഷേധിക്കപ്പെടുന്നത് തുടർന്നാൽ കർഷകരെ സംഘടിപ്പിച്ച് ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച വേട്ടാമ്പാറ പള്ളി വികാരി ഫാദർ ജോഷി നിരപ്പേൽ പറഞ്ഞു. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും പോലീസും സധുരമായ നടപടികൾ സ്വീകരിച്ച് ആവശ്യമായ നടപടി ഈ വേട്ടാമ്പാറ പ്രദേശത്തെ എങ്ങനെയെങ്കിലും സംരക്ഷിക്കുവാൻ, ജനത്തിന് ജീവിക്കുവാനുള്ള അവകാശങ്ങളെ തരുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ഇതില്ലെന്നുണ്ടെങ്കിൽ ആക്രോശങ്ങളായിരിക്കും ഇവിടെ നിന്നുണ്ടാകുന്നത്. പള്ളുപ്പട്ട സിജോ എന്ന കർഷകന്റെ 2.5 ഏക്കർ പാട്ടത്തിനെടുത്ത സ്ഥലത്തെ പൈനാപ്പിൾ കൃഷിയിലും ആന കയറി 50,000ഓളം രൂപയുടെ നാശനഷ്ടം വരുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വുഡ്, മോഡുലാർ, ഇന്റീരിയർ, സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താട്ടുകുളത്ത്.